ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. വയനാട്ടിൽ വലിയൊരു അത്യാഹിതമാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ മറ്റേ ദേവദൂത് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. 4K റീമാസ്റ്റേർഡ് വേർഷൻ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ്. പ്രാപ്പെട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്ന് ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം ഡേറ്റും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 2-ാം തീയതി ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. കണ്ടിട്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ആഗസ്റ്റ് മാസം 9-ാം തീയതി ഈ സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. റീസ്റ്റോർ പോയിന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സഞ്ജയ് ദത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഗുഡ്ചടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. നോ വേ ഔട്ട് ദ റൗലറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ നിറഞ്ഞ സാഹസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ്. നമ്മുടെ ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത രായ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സൺനെക്സ്റ്റ് അതുപോലെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് കൽക്കി എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് കൽക്കി എന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ്. ഹിന്ദി ഭാഷ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുന്നത്. അതുകൂടാതെ മറ്റ് ഭാഷകൾ, അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലായിരിക്കും റിലീസ് ചെയ്യാന്നുള്ളതാണ്. ആഗസ്റ്റ് മാസം 2-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹിന്ദി ഭാഷയിൽ വരാൻ കുറച്ച് ലേറ്റ് ആവും. മറ്റു ഭാഷകളിൽ ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നതായിട്ടാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ് വരാതെ തന്നെ സർപ്രൈസ് ആയിട്ട് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഇടിയൻ ചന്തു എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് ഈ സിനിമയുടെ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ ആരംഭം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷം വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രക്ഷണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ സിനിമ ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ആപ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 2-ാം തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സീരീസ് ആണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. തെലുങ്കു സീരീസ് ആണ്. തൃഷ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബൃന്ദ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സോണി ലീവ് വഴി ഒരു സീരീസ് തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് 7 ലാംഗ്വേജിലായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സോണി ലീവിൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് അവർ പുറത്തുവിട്ടിട്ടെങ്കിലും ഒരു ദിവസം മുമ്പേ തന്നെ ആഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയോടുകൂടി ഈ സിനിമ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതായിരിക്കും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുക എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ അവസാനമായിട്ട് ഒന്നുകൂടി പറയാണ്, വയനാട്ടിലെ എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.